നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ? എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത്. ഉറപ്പായും പണി കിട്ടും. നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ, ഡിസ്പ്ലേ ചേഞ്ച്, ബാറ്ററി ചേഞ്ച്, ബോർഡ് സർവീസ്, ബോർഡ് സ്വാപ്പിംഗ്, അൺനോൺ പാർട്ട് മെസ്സേജ്, അങ്ങനെ 99% ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. മാത്രമല്ല 30 ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ്. എഡ്രാക് കൊച്ചി മേഖല പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം ജസ്റ്റിസ് കമാൽ പാഷ നിർവഹിച്ചു. എഡ്രാക് കൊച്ചി മേഖലയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച എഡ്രാക് കൊച്ചി മേഖല പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം ജസ്റ്റിസ് ബി കമാൽ പാഷ നിർവഹിച്ചു. വളരെ വയസ്സായ ആളുകളായിരുന്നു. അങ്ങനെ അതിനുള്ളതല്ലോ ഈ മകന്റെ കയ്യിൽ പൈസ കൊടുത്താൽ മരുന്നൊന്നും കൊടുത്തില്ല. ഇങ്ങനെയുള്ള മക്കളുള്ളവരുണ്ട്. എന്തിനാ ഇങ്ങനെയുള്ള മക്കൾ ചിന്തിക്കേണ്ടത്? ഇവരുടെ വസ്തുക്കളെല്ലാം എഴുതി വാങ്ങിക്കഴിഞ്ഞാലും പിന്നെ ഇവര് ഒരു അവശ്യ വസ്തുതയാണ്. അതുകൊണ്ട് ഞാൻ ഈ വയോജനങ്ങളുടെ കണക്ക് പറയാറുണ്ട്, നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും എഴുതി കൊടുക്കും. മക്കളെ നിങ്ങൾ മരിച്ച് മണ്ണെടുത്ത് പോട്ടെ, അന്ന് നമുക്ക് ബാക്കിയെടുത്ത് പോട്ടെ. എഡ്രാക് കൊച്ചി മേഖല പ്രസിഡന്റ് IJ ജോളി അധ്യക്ഷത വഹിച്ചു. എഡ്രാക് കൊച്ചി മേഖല വയോമിത്രയുടെ ഉദ്ഘാടനം ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ജോസഫ് നിർവഹിച്ചു. എഡ്രാക് കൊച്ചി മേഖല വയോമിത്ര സെക്രട്ടറി KJ സുശാന്ത് സ്വാഗതം പറഞ്ഞു. കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരിത്തര, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CD വത്സലകുമാരി, കൗൺസിലർ ഷീബാലാൽ, ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നവീൻ, എഡ്രാക് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ DG സുരേഷ്, എഡ്രാക് കൊച്ചി മേഖല ട്രഷറർ KP അലക്സാണ്ടർ, എഡ്രാക് കൊച്ചി മേഖല വയോമിത്ര കൺവീനർ TK ശശി എന്നിവർ സംസാരിച്ചു. അവർ നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇന്ന് കുട്ടികളുടെ കടന്നിലാണ്. എല്ലാവരും അവരവരുടെ കാര്യങ്ങളും ജോലിയും തേടി പോകുന്ന ഒരു സ്ഥിതി നമ്മളിന്ന് കാണുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പ്രദേശത്തുള്ള പ്രായം ചെന്ന ആളുകളെ നോക്കാനുള്ള ഒരു ആളില്ലാത്ത അവസ്ഥ. സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 60 വയസ്സ് കഴിഞ്ഞാൽ കിട്ടുന്നത് വെറും 1600 രൂപ, അതും ചിലപ്പോൾ 1400 രൂപയിലേക്ക് നമുക്ക് കിട്ടുന്നത്. നമുക്കതുകൊണ്ട് ഒരു തരത്തിൽ ഒരു മാസത്തെ മരുന്ന് പോലും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ സർക്കാരിൽ നിന്നുള്ള പാലിയേറ്റീവ് കെയർ ഉപദേശക സമിതി അംഗം മേജർ R രാജേഷ്, എഡ്രാക് കൊച്ചി മേഖല സെക്രട്ടറി ഡോക്ടർ അനു ഫ്രാൻസിസ് എന്നിവർ വിഷയാവതരണം നടത്തി. എഡ്രാക് കൊച്ചി മേഖല വനിതാ വിഭാഗം പ്രസിഡന്റ് ബെറ്റ്സി ബ്ലേസ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.